തിരുവനന്തപുരത്ത് നല്ലൊരു ബഡ്ജറ്റിൽ അടിപൊളിയായി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു 4 BHK വീടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. കാണുന്നത് പോലെ വീടിന്റെ ഉള്ളിലെ എല്ലാ ഭാഗങ്ങളും വളരെ മനോഹരമായി തന്നെ പ്രസന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്റീരിയർ വർക്ക്സ് ആയാലും എക്സ്റ്റീരിയർ വർക്ക്സ് ആയാലും നല്ല പ്രീമിയം ലുക്കിൽ തന്നെ ഒരുക്കിയ ഒരു 4 BHK വീടാണിത്. വീടിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ് അറിയുന്നതിനായി വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാണാൻ കഴിയുന്നത് പോലെ തിരുവനന്തപുരത്ത് നിന്നും കാട്ടാക്കടയിലേക്ക് പോകുന്ന മെയിൻ റോഡ് സൈഡിലായി തന്നെയാണ് ഈ ഒരു വീട് വരുന്നത്. വീടിൽ നിന്ന് നോക്കിയാൽ തന്നെ വണ്ടികളൊക്കെ പാസ് ചെയ്യുന്ന ഈ ഒരു റോഡ് കാണാൻ കഴിയും. ഒരുപാട് വീടുകൾ നടക്കുന്ന ഒരുപാട് വീടുകളുടെ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു VIP റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റി ഏരിയക്കുള്ളിലാണ് ഈ ഒരു വീടും വരുന്നത്. തിരുവനന്തപുരത്തെ തിരുമലയ്ക്ക് സമീപം തച്ചോട്ടുകാവ് മഞ്ചാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം സെന്ററിൽ നിന്നും 9 കിലോമീറ്ററും ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 13 കിലോമീറ്ററുമാണ് വീട് വരെയുള്ള ദൂരം. സ്കൂൾ, കോളേജസ്, ഹോസ്പിറ്റൽസ്, ഗ്രോസറീസ് എന്നിങ്ങനെ എല്ലാത്തരം അത്യാവശ്യ സേവനങ്ങളും വീടിന് തൊട്ടടുത്ത് തന്നെ അവൈലബിൾ ആണ്. അതുകൂടാതെ തിരുവനന്തപുരത്ത് നിന്നുള്ള മെയിൻ ബസ് റൂട്ട് തന്നെ വരുന്ന റോഡ് സൈഡിലായിട്ടാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. കാണാൻ കഴിയുന്നത് പോലെ തികച്ചും ബ്യൂട്ടിഫുൾ ആയ മോഡേൺ കണ്ടംപററി ബോക്സ് ടൈപ്പ് ഡിസൈനിൽ തന്നെയാണ് വീടിന്റെ ഫ്രണ്ട് എക്സ്റ്റീരിയർ ഒരുക്കിയിട്ടുള്ളത്. വളരെ വീതിയിലുള്ള ഒരു സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് ഗേറ്റിന് വീടിന്റെ ഫ്രണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെ വീടിന്റെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശാലമായ ഒരു ഫുള്ളി ഇന്റർലോക്ഡ് മുറ്റം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. വലിയ ഒരു കാറും ബൈക്കുകളും ഒക്കെ പാർക്ക് ചെയ്യാൻ കഴിയുന്ന സ്പേസ് ആണ് ഈ വീട്ടിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലെ തന്നെ വീടിന്റെ പ്രൈമറി വാട്ടർ സോഴ്സ് ആയ കിണറും കാണാൻ കഴിയും. അതുപോലെ തന്നെ വീടിന്റെ ചുറ്റുമുള്ള സ്പേസിലും പല പൊസിഷൻസിലായി ഗാർഡനിങ് ഓർ പ്ലാന്റേഷൻ പ്രൊവിഷൻസ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. 3.5 സെന്റിൽ 1750 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ 4 ബെഡ്റൂംസും 4 അറ്റാച്ച്ഡ് ബാത്റൂംസും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീടിന്റെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്നത് 70 ലക്ഷം രൂപയാണ്. ഇത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ തന്നെയാണ്. വീടിന്റെ ഫ്രണ്ട് എക്സ്റ്റീരിയറിലായി നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു സിറ്റ് ഔട്ട് ഏരിയയും അതുപോലെ തന്നെ ഒരു കവേർഡ് ആയ കാർ പാർക്കിംഗ് ഏരിയയുമാണ്. വലിയൊരു കാർ പോലും ഈസിയായി പാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ഒരു ഏരിയ മുഴുവൻ നല്ലൊരു പ്രീമിയം ലുക്കിൽ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് എന്നത് എടുത്തു പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. നല്ല വിശാലമായ ഒരു സിറ്റിംഗ് ഏരിയ തന്നെ ലഭിക്കുന്ന ഈ ഒരു സിറ്റ് ഔട്ട് ഏരിയയിൽ നിന്നും വീടിന്റെ മെയിൻ ഫ്രണ്ട് ഡോറിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല സ്പേഷ്യസ് ആയ ഒരു ലിവിംഗ് സ്പേസ് ഏരിയയിലേക്കാണ് എത്തിച്ചേരുന്നത്. ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോർ ഹാളിൽ ലിവിംഗ് സ്പേസും ഡൈനിങ് സ്പേസും സെപ്പറേറ്റ് സ്പേസുകളായി തന്നെ കൊടുത്തിട്ടുണ്ട്. ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ എടുത്തു പറയേണ്ട കാര്യം വീടിന് കൊടുത്തിരിക്കുന്ന ഇന്റീരിയർ ഡിസൈനിങ് തന്നെയാണ്. നല്ലൊരു പ്രീമിയം വൈറ്റ് ആൻഡ് വോം കളർ കോമ്പിനേഷനാണ് വീടിന്റെ ഉള്ളിലേക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വീടിനുള്ളിലെ ഓരോ സ്പേസസും ഡിസൈൻ ചെയ്തിരിക്കുന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ലിവിംഗ് സ്പേസിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു TV യൂണിറ്റ് ഒരു പാർട്ടീഷൻ വാളായി കൂടെ ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ TV വയ്ക്കുന്ന പോർഷൻ റൊട്ടേറ്റ് ചെയ്യാൻ കണക്കിനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഡൈനിങ് സ്പേസിൽ ഇരുന്നുകൊണ്ട് TV കാണണമെങ്കിലും ഇതിൽ കാണാൻ സാധിക്കും. വീടിന്റെ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസിലും ഇവിടെ കാണുന്ന കജേരയുടെ വിട്രിഫൈഡ് ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫോൾ സീലിംഗ് വർക്ക്സ് ആയാലും നല്ല പ്രീമിയം ലുക്കിൽ തന്നെ ഇവിടെ കാണുന്ന രീതിയിൽ എല്ലാ സ്പേസസിലും കൊടുത്തിട്ടുണ്ട്. ഇനി ലിവിംഗ് സ്പേസിൽ നിന്നും ഈ ഭാഗത്തേക്ക് വന്നാൽ ഗ്രൗണ്ട് ഫ്ലോറിലെ സെപ്പറേറ്റഡ് ആയ ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ കാണുന്നത്. ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിൾ ഒക്കെ വളരെ ഈസിയായി തന്നെ പ്ലേസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം കിച്ചണിന്റെ തൊട്ട് ഫ്രണ്ടിലെ സെർവിംഗ് ഒക്കെ വളരെ എളുപ്പമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്ന സ്റ്റെയർകേസ് ഏരിയയുടെ സൈഡിലായി തന്നെ വാഷിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിനുള്ളിലേക്ക് ആദ്യം പ്രവേശിക്കുമ്പോൾ കാണാൻ കഴിയാത്ത ലൊക്കേഷനിൽ തന്നെ ഇത് ഒരുക്കിയിരിക്കുകയാണ്. ഈ ഒരു സ്പേസിന്റെ എവിടെ നോക്കിയാലും സ്റ്റോറേജ് ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. വാഷിംഗ് ഏരിയയുടെ സൈഡിലായാലും സ്റ്റെയർകേസിന് താഴെയായാലും നല്ല രീതിയിലുള്ള സ്റ്റോറേജ് ഓപ്ഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് ഇൻവെർട്ടർ ഫെസിലിറ്റീസും ഒരുക്കിയിട്ടുള്ളത്. ആകെ മൊത്തത്തിൽ 4 ബെഡ്റൂംസും 4 അറ്റാച്ച്ഡ് ബാത്റൂംസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ വീടിനുള്ളിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 1ഉം ഫസ്റ്റ് ഫ്ലോറിൽ 3ഉമാണ് വീടിൽ കൊടുത്തിരിക്കുന്ന കോമ്പിനേഷൻ. അതിലെ ആദ്യത്തെ ബെഡ്റൂമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. വീടിനുള്ളിലെ എല്ലാ ബെഡ്റൂംസും സിമിലർ സൈസസിലും സിമിലർ സ്പെസിഫിക്കേഷൻസിലും തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. കാണാൻ കഴിയുന്നത് പോലെ വാർഡ്രോബ്സും അറ്റാച്ച്ഡ് ബാത്റൂംസും ഫോൾ സീലിംഗ് വർക്ക്സും എല്ലാം തന്നെ ബെഡ്റൂംസിലെല്ലാം അവൈലബിൾ ആണ്. ഏകദേശം 11/8 ഫീറ്റ് ഡയമെൻഷനിലാണ് ഈ ഒരു ബെഡ്റൂമിന്റെ ഡിസൈനിങ്. ഇനി ഇവിടെ കാണുന്നത് ബെഡ്റൂമിന്റെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. വീടിനുള്ളിലെ എല്ലാ ബെഡ്റൂംസിലും എല്ലാത്തരം മോഡേൺ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പൈപ്പ് ഫിറ്റിംഗ്സിനും മറ്റെല്ലാത്തരം സാനിറ്ററി ഫിക്സേഴ്സിനും സെറയുടെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടേക്ക് വന്നാൽ വീടിന്റെ ആ ഒരു സിമിലർ ഇന്റീരിയർ ഡിസൈനിൽ തന്നെ ഫോളോ ചെയ്യുന്ന ആ ഒരു മോഡേൺ മോഡുലർ കിച്ചണാണ് കാണാൻ കഴിയുന്നത്. നല്ലൊരു വൈറ്റ് ആൻഡ് വുഡൻ കളർ തമ്മിൽ ലക്ഷറി ലുക്കിൽ തന്നെ ഇത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഒരു എൽ ഷേപ്ഡ് ബ്ലാക്ക് ഗ്രാനൈറ്റ് കൗണ്ടർ സ്ലാബും സിങ്കും സ്മോക്ക് എക്സോസ്റ്റിനായുള്ള ചിമ്മിനിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം ധാരാളം സ്റ്റോറേജ് ഓപ്ഷൻസിനായി ക്യാബിനറ്റ്സ് ഒക്കെ തന്നെ താഴെയും മുകളിലുമായി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ പലതരം മോഡേൺ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തവയാണ്. തീർത്തും ബ്യൂട്ടിഫുളും സ്പേഷ്യസുമായി അതിലുപരി എന്തുകൊണ്ടും എഫിഷ്യന്റുമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു മോഡേൺ മോഡുലർ കിച്ചൺ ആണ് ഇതെന്ന് പറയാൻ കഴിയും. ഈ ഒരു കിച്ചണിൽ നിന്ന് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നത് വീടിന്റെ ബാക്ക്യാർഡ് ഏരിയയിലേക്കാണ്. ഇവിടെ തന്നെ നനകല്ലും വാഷിംഗ് ഏരിയയും വേസ്റ്റ് ഒക്കെ ഇൻസെൻട്രേറ്റ് ചെയ്യാൻ ഒരു പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. കാണാൻ കഴിയുന്നത് പോലെ വീടിന്റെ ചുറ്റും അത്യാവശ്യം സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് 3.5 സെന്റിൽ ഈ ഒരു 1750 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്ന ഈ ഒരു സ്റ്റെയർകേസ് ഏരിയയും തീർത്തും അട്രാക്റ്റീവ് ആയി തന്നെ നിർമ്മിച്ചിട്ടുണ്ടെന്ന് പറയാൻ കഴിയും. ഫ്ലോറിംഗിലെ ഗ്രാനൈറ്റ്സും ടൈൽസും സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് റെയിൽസും സൈഡ് വോൾസിലെ പെയിന്റിംഗും ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയി തന്നെ ഇത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തിച്ചേരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടെ തന്നെ 2 സെപ്പറേറ്റ് സ്പേസുകളായാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. അതിനെ ആദ്യമായി കാണുന്ന ഈ ഒരു സ്പേസ് ചെറിയ സ്റ്റഡി ഏരിയ ഒക്കെ യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്യൂട്ടബിൾ സ്പേസ് ആണ്. ഇവിടെ തന്നെ ഒരു കമ്പ്യൂട്ടർ ടേബിളോ സ്റ്റഡി ടേബിളോ ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അവിടെ നിന്ന് അകത്തേക്ക് വരുന്ന ഈ ഒരു സ്പേസ് ചെറിയൊരു സിറ്റിംഗ് ഏരിയ യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇവിടേക്ക് മാക്സിമം നാച്ചുറലായി ലഭിക്കുന്നതിനായി സീലിംഗിൽ സീത്രൂ ഗ്ലാസും ഓപ്പണിംഗ്സും കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട ആ ഒരു സിമിലർ ഇന്റീരിയർ ഡിസൈനിങ് തന്നെ
ഫസ്റ്റ് ഫ്ലോറിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതിനോടൊപ്പം ഈ ഒരു സ്പേസിലെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻസ് എല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമാണ്. വീടിനുള്ളിൽ തന്നെ ഏറ്റവും വലിയ ബെഡ്റൂം കൂടിയാണത്. ഏകദേശം 12x8 ഫീറ്റ് ഡയമെൻഷനാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട എല്ലാത്തര ഫീച്ചേഴ്സും ഈ ബെഡ്റൂംസിലും ഉണ്ട്. ഇനി വീടിന്റെ ജനറൽ ഡീറ്റെയിൽസിനെയും ലൊക്കേഷനെയും പറ്റി പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ തിരുമലയ്ക്ക് സമീപം തച്ചോട്ടുകാവ് മഞ്ചാടി എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു പീസ്ഫുൾ സീനിക് ലൊക്കേഷനിൽ വീട് വാങ്ങി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു വീട്. തിരുവനന്തപുരം സിറ്റി ബോർഡറിലായി സിറ്റി ലൈഫിലേക്ക് ഈസിലി ആക്സസബിൾ ആയതുപോലെ നോയ്സ് പൊല്യൂഷൻസ് ഒന്നും ഒട്ടും അഫക്ട് ചെയ്യാതെ പീസ്ഫുൾ ആയി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയൊരു ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു വീട്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും 9 കിലോമീറ്ററും ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 13 കിലോമീറ്ററുമാണ് വീട് വരെയുള്ള ദൂരം. തിരുവനന്തപുരത്ത് നിന്നും ഡയറക്റ്റ് ബസ് റൂട്ട് തന്നെയുള്ള റോഡ് സൈഡിലായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വീടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് നടന്ന കയറിയാൽ തന്നെ അവിടെ തന്നെ ബസ് സ്റ്റോപ്പും മറ്റെല്ലാത്തരം ട്രാൻസ്പോർട്ടേഷൻ സർവീസസും ഉണ്ട്. തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നവർക്കും തിരുവനന്തപുരത്തിന് പുറത്ത് വർക്ക് ചെയ്യുന്നവർക്കും ഒരുപോലെ ഈസി ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷൻ കൂടിയാണിത്. ഒരുപാട് വീടുകൾ അടങ്ങുന്ന ഒരു VIP കമ്മ്യൂണിറ്റി റെസിഡൻഷ്യൽ ഏരിയയ്ക്കുള്ളിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയി നിർമ്മിച്ച ഒരു 4BHK വീട് ഇപ്പോൾ ഉള്ളതിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും. ഇത് നിങ്ങൾക്ക് വീടൊന്ന് വിസിറ്റ് ചെയ്താൽ മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. 3.5 സെന്റിൽ 1750 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ 4 ബെഡ്റൂംസും 4 അറ്റാച്ച്ഡ് ബാത്റൂംസും ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു മോഡേൺ 4BHK വീടിന്റെ ആസ്കിംഗ് പ്രൈസ് എന്നത് 70 ലക്ഷം രൂപയാണ്. ഇത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ തന്നെയാണ്. വീട് വാങ്ങുന്നതിന് 80% വരെ ഹോം ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾക്ക് തന്നെ അറേഞ്ച് ചെയ്ത് തരാൻ കഴിയും. വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനും വീഡിയോ വിസിറ്റ് ചെയ്യുവാനുമായി ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. കൂടുതൽ വീഡിയോസ് ഒക്കെ ഒരു പ്ലേലിസ്റ്റ് ആക്കി ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതും ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്